ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനു സ്റ്റോക്സ്. ഇന്ന് ഒരു അനിമയെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നത്. അനിമെ നെയിം ഗാച്ചിയ കുത്ത. ഹിന്ദിയിൽ കുത്ത അഥവാ പട്ടി എന്ന് വിളിച്ചതല്ല. അനിമയുടെ പേര് ഗാച്ചിയ കുത്ത എന്നാണ്. മീനിങ് ദ ലെജിറ്റ് ട്രാഷ് ഓർ ദ ട്രൂ ഗാർബേജ്, അതായത് വേസ്റ്റ് വേസ്റ്റ് എന്നാണ് അനിമയുടെ മീനിങ് വരുന്നത്. അതായത് ട്രൂ ഗാർബേജ്, ശരിക്കുമുള്ള വേസ്റ്റ് അല്ലെങ്കിൽ ചവർ എന്നാണ് അനിമയുടെ പേര്. അപ്പോ കൂടുതൽ കിടം നൽകിയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻ. ഗാച്ചിയ കുത്ത എന്ന് പറഞ്ഞ അനിമ 2025 ഇറങ്ങിയതാണ്. റൂഡോ എന്ന പേരുള്ള ഒരു കൊച്ചുകുട്ടിയുടെ കഥ. അവന്റെ സ്റ്റോറി ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്പിംഗ് ആയിട്ടൊക്കെ പോകുന്ന ഒരു സാധനമാണ്. ഫസ്റ്റ് ഈ ഒരു സാധനം ഞാൻ അനിമേസ് കൂടുതലും കാണുന്ന അനിലാബ് എന്ന് പറഞ്ഞ ഒരു ആപ്പിലാണ്, വെബ്സൈറ്റ് പോലത്തെ ഒരു ആപ്പിലാണ്. ഹായ് അനിമേ, അനിലാബ് പോലുള്ള ആപ്പിൽ നമുക്ക് ഏത് അനിമേസ് വേണമെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടും. ക്രഞ്ചി റോൾ ആണെങ്കിൽ പെയ്ഡ് ആണ്. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുത്തിയിരുന്ന ടെലിഗ്രാമിൽ ലിങ്ക് തപ്പി നോക്കേണ്ടി വരും. അപ്പൊ നമ്മള് എന്തായാലും നമ്മൾ പൈസ ചിലവാക്കുന്ന പരിപാടിക്ക് നമ്മൾ അതിന് നിൽക്കത്തില്ല. കാരണം നമ്മൾ മലയാളികളാണ്. നമ്മൾ എവിടെ ഓസിന് കിട്ടുമോ അതിന്റെ പറയാൻ നമ്മളങ്ങ് പോകും. അതേപോലെ തന്നെ ഞാൻ അനിലാബിലാണ് കാണുന്നത്. അപ്പൊ അനിലാബിലാണ് ഇതിന്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളും അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ ഈ അനിമയുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ഒരു പാനൽ അല്ലെങ്കിൽ മാങ്കയുടെ ഒരു അനിമയുടെ ഒരു തുടക്കം സാധനം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് വലിയൊരു ഇത് തോന്നില്ല. എന്തൊരുമാതിരി അലറി വിളിച്ച് വൃത്തിയിട്ടാണൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആദ്യം കണ്ടില്ല. അപ്പം എന്റെ കൂട്ടുകാരൻ അവനാണ് ജപ്പാൻ പുണ്ട. അവനോട് അലയാ നീ ഗാച്ചിയ കുത്താണ്ടോ, നല്ല സാധനമാണ്, അണ്ടർ റേറ്റഡ് ആണ്, പക്ഷെ കിട്ടുന്ന സാധനമാണ്, അധികം ആരും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ കണ്ടു നോക്കുന്ന അവൻ സജസ്റ്റ് ചെയ്ത സാധനമാണ് ഗാച്ചിയ കുത്ത. പിന്നെ നേരത്തെ പറഞ്ഞാണെങ്കിൽ റൂഡോ എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടി, ഒരു 10-12 വയസ്സുള്ളൊരു പയ്യന്റെ സ്റ്റോറി ഡെവലപ്മെന്റും ക്യാരക്ടർ ഡെവലപ്മെന്റും ആയിട്ടൊക്കെ പോകുന്നൊരു അനിമയാണ്. ഈ അനിമ ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് എനിക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി, അടുത്തത് എന്താവും എന്ന് അറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് തന്നു പോകുന്ന ഒരു അനിമയാണ്. അതായത് ഒരു ഡയലോഗ് ഉണ്ട്, ഇഫ് യു കെയർ സംതിങ്, ഇഫ് യു കെയർ ആൻ ഒബ്ജക്ട് ഓർ സംതിങ് വിത്ത് ട്രൂ പാഷൻ ഓർ ലവ്, if you treat that object with a true passion or love, a soul will evolve in it എന്നാണ് ഇതിലെ ഒരു ഡയലോഗ് പറയുന്നത്. അതായത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബേസിക് തിയറി പറയുന്നത്. അതായത് ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപാട് നമുക്കൊരു നൊസ്റ്റാൾജിയ ടൈപ്പ് കിട്ടുന്ന കണക്കത്തെ ഒരു സാധനമാണ്. എന്താണ് ഈ ഡയലോഗിന്റെ മീനിങ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കുഞ്ഞുനാളില് എന്തെങ്കിലും ചവറ് അല്ലെങ്കിൽ എന്തെങ്കിലും കളഞ്ഞിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ കളിപ്പാട്ടങ്ങള്, ചിലപ്പോൾ ഒരു വെറും കമ്പായിരിക്കാം, ചുള്ളിൽ കമ്പായിരിക്കും. കാരണം നമ്മളിങ്ങനെ അടുത്ത് വാള് കണക്കൊക്കെ കളിക്കുകയാണ്. നമ്മൾ അതിനൊരു സ്പെഷ്യൽ സാധനമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് നമ്മൾ കുറെ സാധനങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുമല്ലോ. അതേപോലെ നമ്മൾ അത്രയും കെയർ കൊടുത്ത് കൊണ്ട് നടക്കുന്ന ഒരു സാധനത്തില് ഒരു സോൾ അല്ലെങ്കിൽ അതൊരു വ്യക്തിയെ പോലെ നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പാനിയൻ പാർട്ട്ണറിനെ പോലെ നമുക്കത് ഫീൽ ചെയ്യുമെന്നാണ് ഈ ഒരു ഡയലോഗ് കൊണ്ട് അവർ മീൻ ചെയ്യുന്നത്. നമ്മളിപ്പം ബോയ്സിന്റെ സാധനം, ബോയ്സ് ഇപ്പം ഒരു ബൈക്ക് അല്ലെങ്കിൽ കാർ അതിനൊരു ജീവനുള്ള വസ്തുവിനെ പോലെയാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കും, നമ്മൾ ചിലപ്പോൾ ചീത്ത വിളിക്കും, ചിലപ്പോൾ നമ്മൾ വിഷമം പറയും, നമ്മൾ കരയും, നമ്മൾ ചിലപ്പോൾ തമാശ കൊണ്ട് ചിരിക്കും. അപ്പൊ അതേപോലെ ഇഫ് യു കെയർ ഓർ ട്രീറ്റ് ആൻ ഒബ്ജക്ട് വിത്ത് സോ മച്ച് പാഷൻ ഓർ ലവ്, എ സോൾ വിൽ ഇവോൾവ് ഇൻ ഇറ്റ്. ഇതാണ് അനിമ പറയുന്നത്. അപ്പൊ അങ്ങനെ റൂഡോ എന്ന് പറയുന്ന കുട്ടി അവന്റെ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് എത്തപ്പെടുന്നു. അവിടെ നിന്ന് അവൻ തിരിച്ചവന്റെ ആ സ്ഥലത്തിലോട്ട് പോകാൻ, നിന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് പോകുന്നത് അവനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടി അവിടെ പോകാൻ പോകുന്നു. അപ്പോഴാണ് അവന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളും അവന്റെ കയ്യിലുള്ള സാധനങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ അവൻ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഒരു കാര്യങ്ങളാണ് സീസൺ 1 ഫുള്ള്. സീസൺ 1 മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. സ്റ്റോറി ലൈൻ എങ്ങും എത്തിയിട്ടില്ല. പക്ഷേ ക്ലൈമാക്സിൽ ഒരു സാധനമുണ്ട്. നമ്മൾ കണ്ട് വന്നിട്ട് ക്ലൈമാക്സിൽ നമുക്ക് അടുത്ത സീസൺ പെട്ടെന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കൊള്ളാം ആയിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഐറ്റം കൊണ്ടുവച്ചിട്ടാണ് അവരങ്ങ്
പോകുന്നത്. ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആവാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. സീരിയസ്ലി എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ എനിക്ക് തോന്നിയില്ല ഫസ്റ്റ് ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഇത് തോന്നിയില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഈ ഒരു സാധനം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഈ ഒരു സീൻ ഈ അനിമയിലുള്ളതാണ്. ഈ ഒരു സാധനം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, കാരണം റീസെന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഈ ഒരു സാധനം ഇങ്ങനത്തെ ലെവലായിരിക്കും ഇത് എന്ന് വിചാരിച്ചിരുന്നതിന് ഇങ്ങനത്തെ സാധനമല്ല. സാധനം എന്താ? ഇതാണ് സാധനം. അപ്പോ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു അനിമെ ആണ് ഗാച്ചാഗുത്ത. കാണാൻ താല്പര്യമുള്ളൊരു 24 എപ്പിസോഡുള്ള ഈ അനിമെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി വർത്ത് ഫോർ വാച്ചിങ് ആണ്. സോ അപ്പൊ അത്ര ഉള്ള ഈ വീഡിയോ. താല്പര്യമുള്ളവർ പോയി കാണുക എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഷാനസ് ടോക്സ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ ബൈ.